ഒക്ടോബസിലെ ഫുഡ് മാത്രമല്ല, വിയറ്റ്നാമിൻ്റെ ഹിസ്റ്ററിയും കൾച്ചറും എല്ലാം ലൈവായി കാണിച്ചിരുന്ന ഈ സ്ഥലത്തിൻ്റെ പേരാണ് ഹോയാൻ. അതും നൈറ്റിലാണ് ഹോയാൻ ഏറ്റവും കളർഫുള്ളായി മാറുന്നത്. വിയറ്റ്നാമിലെ ദനങ് സിറ്റിയിൽ നിന്ന് വെറും 30 കിലോമീറ്റർ ദൂരത്താണ് ഈ ഹോയാൻ. ദനങ്ങിലെ മാർബിൾ മൗണ്ടെയ്ൻസ് വിസിറ്റ് ചെയ്ത അതേ ദിവസമാണ് നമ്മൾ ടാക്സി വിളിച്ച് ഹോയാൻ എത്തിയത്. ഉള്ള സമയം കൊണ്ട് പ്രത്യേകിച്ച് നൈറ്റിൽ ഹോയാൻ എക്സ്പ്ലോർ ചെയ്യാനായിരുന്നു പ്ലാൻ. ഹോയാൻ ഇറങ്ങി നേരെ ഈ ജാപ്പനീസ് ബ്രിഡ്ജ് ലക്ഷ്യം വെച്ച് നടന്നു. ബ്രിഡ്ജിൻ്റെ 2 സൈഡിലുമായിട്ട് ലാൻഡേൺസിൻ്റെ ഒരു ലോകം തന്നെ കാണാം. റിവറിൽ ലാൻഡേൺസ് ഒക്കെ വെച്ചിട്ടുള്ള തോണികളും, ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ തോണിയിലൊരു റൈഡും എടുക്കാം. റോഡ് സൈഡിലായിട്ട് പല തീമിലുള്ള റെസ്റ്റോറൻറ്റുകളും കഫേകളും, ഒരു സൈഡിൽ പല സ്നാക്സും കിട്ടുന്ന ചെറിയ കടകളും. ലാൻഡേൺസ് ഒക്കെ സെയിൽ ചെയ്യുന്ന വേറെ കടകളും ഉണ്ട്. അതുകൂടാതെ ഷോപ്പിങ്ങിനും പല ഓപ്ഷൻസും ഉണ്ട് ഇവിടെ. വിയറ്റ്നാമിലൊരു ഏഷ്യൻ ടൗണാണ് ഈ ഹോയാൻ. അതിനെ പഴയതുപോലെ തന്നെ പ്രിസർവ് ചെയ്തിട്ടുണ്ട്. നമ്മളൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്യാത്ത രീതിയിൽ പ്രസൻറ്റും ചെയ്തിട്ടുണ്ട്. ഹോയാനിലൊരു മിനിമം 1 ഡേ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട്. ലിസ്റ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇനി ടൈം കുറവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഏഷ്യൻ ടൗണ് അല്ലെങ്കിൽ ജാപ്പനീസ് ബ്രിഡ്ജിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും, അതും നൈറ്റിൽ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഹോയാനിൽ ഒതുക്കാണ്. കൂടുതൽ വിയറ്റ്നാം വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.